ഗൈസ്, നമ്മളുടെ ഇന്ത്യയുടെ വുമൺസ് ടീം AFC ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയ ഒരു സമയത്ത് 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ടൂർണമെന്റിൽ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ടീം ലോകകപ്പിലേക്കുള്ള യോഗ്യത നേടുമോ എന്നുള്ളത്. പലരും കമന്റ് ബോക്സിലും എനിക്ക് പേഴ്സണൽ ഇൻബോക്സിലൊക്കെ അടക്കം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത വരുന്നത് എന്നുള്ളത്. സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് ഓവർ എക്സൈറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ്. കാരണം സമയമുണ്ടല്ലോ, ഇനി ഏഷ്യൻ കപ്പൊക്കെ വരാൻ പോലും 8 മാസങ്ങളൊക്കെ നിൽക്കുന്നു. ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു ഒരുപാട് ആളുകൾ ചോദിക്കുന്നതല്ലേ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ വുമൺസ് ടീം ആയിരിക്കും ഉറപ്പായും മെൻസ് ടീമിനേക്കാൾ മുൻപ് ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാൻ പോവുക എന്നുള്ളത്. ആ കാര്യത്തിൽ എനിക്കും വലിയ സംശയമൊന്നുമില്ല. അത് ഇത്തവണ അല്ലെങ്കിൽ മറ്റൊരു തവണ അത് വുമൺസ് ടീം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. എനിവേ, ഈ ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് വരാം. സാധാരണഗതിയിൽ മെൻസ് ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ക്വാളിഫയർ എന്ന നിലയിൽ തന്നെയാണല്ലോ നടക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, വുമൺസ് ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രോസസ്സ് AFC ഏഷ്യൻ കപ്പിലെ പെർഫോമൻസ് ആണ് വേൾഡ് കപ്പിലേക്കുള്ള ഒരു യോഗ്യത നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഏഷ്യയിൽ നിന്ന് 6+2 സ്പോട്ടാണ് വേൾഡ് കപ്പിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതായത് 6 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനും 2 ടീമുകൾക്ക് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിച്ചിട്ടുള്ളൊരു യോഗ്യതയുമാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ 6 ടീമുകൾ ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ AFC വുമൺസ് ഏഷ്യൻ കപ്പിൻ്റെ സെമി ഫൈനൽസിലെത്തുന്ന 4 ടീമുകൾക്ക് എന്താണെങ്കിലും ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ക്വാർട്ടർ ഫൈനൽസിൽ പുറത്തായിട്ടുള്ള ടീം, അതായത് സെമി കാണാതെ പുറത്തായിട്ടുള്ള ടീമുകളുണ്ടല്ലോ, അവർ തമ്മിൽ ഒരു മത്സരം കളിക്കും. അതിൽ നിന്നുള്ള 2 ടീമുകൾ ഡയറക്റ്റ് ക്വാളിഫൈഡ് ആകും. ആ പുറത്താകുന്ന ടീമുണ്ട്, അതായത് തോക്കുന്ന ടീമുകളും അവർ പുറത്താകുന്നില്ല, അവർക്ക് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെയാണ് 6 ടീമുകൾക്ക് ഡയറക്റ്റ് ലോകകപ്പിലേക്കുള്ളൊരു യോഗ്യതയും 2 ടീമുകൾക്ക് ഇന്റർ കോണ്ടിനെന്റിലേക്ക് ഒരു യോഗ്യതയും ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, 12 ടീമുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് AFC വുമൺസ് ഏഷ്യൻ കപ്പിൽ. അതിലെ 8 ടീമുകൾക്കും ലോകകപ്പിൻ്റെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമ്മളവിടെ മനസ്സിലാക്കണം. 6 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് പകുതി ടീമുകൾക്കും ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളൊരു സാധ്യത മനസ്സിലാക്കണം. അപ്പോൾ 3 ഗ്രൂപ്പുകളിലായിട്ട് 4 ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ വീതമുള്ള മത്സരമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ക്വാളിഫിക്കേഷൻ ടു ക്വാർട്ടർ ഫൈനൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം എത്തുന്ന 2 ടീമുകൾക്ക് ഒബ്വിയസ്ലി ക്വാളിഫിക്കേഷൻ ഉണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക്. അതിനോടൊപ്പം 2 ഗ്രൂപ്പുകളിലെ മൂന്നാമതെത്തുന്ന ബെസ്റ്റ് ടീമുകളുണ്ടല്ലോ, അവർക്കും ഒരു യോഗ്യത ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം ഇന്ത്യ അറ്റ്ലീസ്റ്റ് ഒരു 4 പോയിന്റ്സ് എങ്കിലും ഒക്കെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സാധ്യതയാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. എനിവേ, ഇന്ത്യൻ വുമൺസ് ടീമിന് ഒരു സമ്മാനത്തുക, അതായത് $50,000 കൊടുക്കാമെന്നുള്ള തരത്തിൽ AFFൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിപാടി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്ന് കൊടുക്കുമെന്നുള്ള കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം പലപ്പോഴും ഇങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ട് കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ കൃത്യത പറഞ്ഞാൽ അത് കൊടുക്കാൻ കാണിച്ചൊരു തീരുമാനം തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പിന്നെ അതിനകത്തൂടെ ഒക്കെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്, ലോങ് ടേം വിഷൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ്. ഒന്നുമില്ല, കാരണം ലോങ് ടേം വിഷൻ ആണെങ്കിൽ നമുക്ക് അറിയണമായിരുന്നു എങ്ങനെയാണ് യൂത്ത് ലീഗുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നത്, എങ്ങനെയാണ് നാഷണൽ ടീമിന് പ്രോപ്പറായിട്ട് മത്സരങ്ങൾ കിട്ടുന്നത്, എങ്ങനെയാണ് സീനിയർ ലെവലിൽ കളിക്കുന്ന ഈ പ്ലേയേഴ്സിന് പ്രോപ്പറായിട്ട് നാഷണൽ ലീഗിൽ മത്സരങ്ങൾ കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആണല്ലോ. അതൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ തീർച്ചയായിട്ടും ക്രെഡിറ്റ് കോച്ചിങ് സ്റ്റാഫിനും പ്ലേയേഴ്സിനും ഒക്കെ തന്നെ അർഹിക്കുന്ന കാര്യമാണ്. ഇനി AFFൻ്റെ മിടുക്ക് എത്രത്തോളം എന്നറിയേണ്ടത് ഈ 8 മാസം വരുന്നൊരു കാലയളവിൽ എങ്ങനെ ഈ ഒരു ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. എത്ര മാച്ചസ് കിട്ടുന്നു, ലീഗ് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആക്കുന്നു, ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു വുമൺസ് ടീമിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഹൈപ്പ്, ഇതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ ഇവന്മാർക്കായി കഴിഞ്ഞാൽ സമ്മതിക്കാം. തീർച്ചയായിട്ടും അവരെന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നുണ്ടെന്ന്. അതല്ലാണ്ട് ഇങ്ങനൊരു കാര്യം വന്നപ്പോഴത്തേക്കും ഞങ്ങളന്നേ ഇതാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ന്യായമൊന്നും ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. എനിവേ, വുമൺസ് ടീമിന് നല്ലൊരു പെർഫോമൻസ് നടത്താൻ സാധിക്കട്ടെ, ഈ ഒരു കാലയളവിൽ നല്ല പ്രിപ്പറേഷനൊക്കെ ലഭിക്കട്ടെ എന്നുള്ളത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് എഴുതാൻ വരെ കാണിക്കാൻ സൈനിങ് ഓഫ്.